ഇന്നലെ രാത്രി സമയം കർത്താവിനെ ധ്യാനിക്കുവാൻ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ വായിക്കാം. സങ്കീർത്തനം 22-ാം അധ്യായം 23-ാം വാക്യം, 24-ാം വാക്യം. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. അരിഷ്ടൻ്റെ അരിഷ്ടത ദൈവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. ഈ വാക്യം എവിടെയെന്ന് പറഞ്ഞാൽ 24-ാം വാക്യമാണ്. സങ്കീർത്തനം 22-24. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. മറ്റുള്ളവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിന് ചെവി കൊടുക്കാറുണ്ടോ? ഇല്ല. ചിലർ ശ്രദ്ധിക്കത്തില്ല. നമ്മളൊരു ഭിക്ഷക്കാരുടെ അനുഭവം വന്നാലേ അറിയത്തുള്ളൂ. ആ അനുഭവമാണ് ദാവീദിന് വന്നത്. തൻ്റെ പ്രാർത്ഥനകൾ, തൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, അരിഷ്ടൻ്റെ അരിഷ്ടത ദൈവൻ എന്ത് ചെയ്തില്ല, നിരസിച്ചില്ല, മറുത്തുമില്ല. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അരിഷ്ടൻ്റെ അരിഷ്ടത ദൈവം കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. തന്നെ യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. യേശു ക്രൂശിൽ ഉള്ളപ്പോൾ പിതാവിനെ വിളിച്ചപ്പോൾ പിതാവ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് യേശു ചോദിക്കുന്നുണ്ട്. ആ അനുഭവമാണ് പല സമയങ്ങളിൽ നമ്മളുടെ ജീവിതത്തിലും. നമ്മളെല്ലാവരും കൈവെടിഞ്ഞ അവസ്ഥ. ആ കാര്യത്തിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ലജ്ജിച്ച് പോകുന്നില്ല. നമ്മൾ യേശുവിനെ ആരാധിക്കുന്നു, വിളിക്കുന്നു. നമ്മൾ ലജ്ജിച്ച് പോകുന്നില്ല, കൂനിക്കുറുകി പോകുന്നില്ല. കർത്താവ് അവങ്ങളിലൊക്കെ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. അരിഷ്ടൻ്റെ അരിഷ്ടത ദൈവം കണ്ടു. അരിഷ്ടനെ ദൈവം നിരസിച്ചില്ല. തൻ്റെ സംസാരത്തിൽ കേൾക്കുകയത്രേ ചെയ്തത്. നമ്മൾ ചില വേളകളിൽ നമ്മൾ ഞരങ്ങി കരയുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അന്നേരം യേശു അതിന് മറുപടി നൽകിത്തരും. വേറെ ആരും മറുപടി തരത്തില്ല. യേശുപ്പച്ചൻ മറുപടി നൽകിത്തരും. യേശുപ്പച്ചൻ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. യേശുപ്പച്ചൻ നമ്മുടെ യാചനയ്ക്ക് ഉത്തരം നൽകും. യേശുപ്പച്ചൻ്റെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് നമുക്ക് നൽകിത്തരും. രാത്രി സമയത്ത് കർത്താവിനെ ധ്യാനിക്കും, യേശുവിനെ ആരാധിക്കാം, യേശുവിനെ വിളിക്കാം, യേശുവിനെ പ്രാർത്ഥിക്ക് പാട്ട് പാടാം. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കാം. കർത്താവിൻ്റെ വരവ് വളരെ പെട്ടെന്നാണ്. നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ആമീൻ, ആമീൻ.